മനോഹരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. മുളവുകാട് സ്റ്റേഷനാണ്, എറണാകുളം മുളവുകാട് പോലീസ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. മൈ പോലീസ് സ്റ്റേഷനാക്കാൻ ആഭ്യന്തര വകുപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. പോലീസിനെ കുറിച്ച് വലിയ ആക്ഷേപം, ആളുകളുള്ള സമീപനത്തിലൊക്കെ വലിയ ആക്ഷേപം കൂടി നിലനിൽക്കുന്ന സമയമാണ്. പക്ഷേ വാർത്തകളിൽ വരാത്ത പോലീസിന്റെ മറ്റൊരു മുഖം കൂടിയുണ്ട്. അത്തരമൊരു മുഖമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 2 മാസം മുൻപാണ് ഇതുവരെ മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു യുവാവ് അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്ഥിരമായി ഇദ്ദേഹം ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നു, പിന്നീട് ഭക്ഷണം കഴിക്കാനൊക്കെ എത്തുന്നു. അങ്ങനെയാണ് പോലീസ് ഇദ്ദേഹത്തോട് അടുക്കുന്നത്. അങ്ങനെ അടുത്തപ്പോഴാണ് ഇയാൾ എവിടെ നിന്നുള്ളതാണ്, മഹാരാഷ്ട്ര സ്വദേശിയായ ലോക്പാൽ ചാങ്ദെ എന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ച് പോലീസുകാർ വളരെ സൗമ്യമായി അദ്ദേഹത്തോട് ഇടപെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥലം കണ്ടെത്തുന്നു. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പോലീസ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ എല്ലാം കണ്ടുപിടിച്ച് അവസാനം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, മുളവാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹവുമായി തിരികെ പോവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ലോക്പാൽ ഇവിടെ പോലീസുകാരൊപ്പം നിൽക്കുകയാണ്. അവസാനമായി ഈ സ്റ്റേഷനോട് വിട പറയുകയാണ് ലോക്പാൽ. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി മുളവുകാട് സ്റ്റേഷൻ അദ്ദേഹത്തിനൊരു വീട് പോലെ തന്നെയായിരുന്നു. ഈ സ്റ്റേഷനിലെ പോലീസുകാർ അദ്ദേഹത്തിന് കുടുംബം പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നും അദ്ദേഹം സ്വന്തം കുടുംബത്തോടൊപ്പം മടങ്ങുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് വേണ്ടി പ്രയത്നിച്ച പോലീസുകാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ സി ഐ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, അതായത് പോലീസുകാരെ കാണാത്ത മറ്റൊരു മുഖം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിയത്? ഇദ്ദേഹം നമ്മളുടെ സ്റ്റേഷൻ ലിമിറ്റിൽ പല സ്ഥലങ്ങളായിട്ട് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പിന്നീട് ഇവിടെ സ്റ്റേഷനിൽ വെള്ളം കുടിക്കുവാനായിട്ട് വന്നു. ടിയാനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മാനസികമായിട്ടൊരു അല്പം വിഭ്രാന്തിയൊക്കെ കാണിച്ചിരുന്നു. പിന്നീട് നമ്മൾ സൗഹൃദപരമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു അഡ്രസ്സ് പറഞ്ഞു തരികയും പിന്നെ ഈ ടിയാൻ പഠിച്ച കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ലെറ്റർ അയച്ചിരുന്നു. ലെറ്റർ പിന്നീട് ആധികാരികമായിട്ട് അന്വേഷിച്ചപ്പോൾ ടിയാൻ്റെ അഡ്രസ്സ് കിട്ടുകയും അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് 2022 മുതൽ നാഗ്പൂർ സ്വദേശിയാണ് അദ്ദേഹം. 2022 മുതൽ മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് അവരുടെ വീട്ടുകാർ അവനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. 3 സഹോദരിമാരുണ്ട്. അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ അവരെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽ അവർ പിന്നീട് ഇവിടെ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അന്വേഷണത്തിൽ അവൻ MTech ബിരുദധാരിയാണെന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. അവന് വേണ്ട മെഡിക്കൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുകയും അങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്തിയത്. സാധാരണ ജീവിതത്തിലേക്ക് വളരെ വൈകാതെ തന്നെ മടങ്ങാനാവും. അതെ, നമ്മൾ അമൃതയിൽ അവിടുത്തെ ഡോക്ടർമാരെ സമീപിച്ച് പക്ഷെ അവൻ നേരത്തുള്ള കാര്യങ്ങളെല്ലാം അവൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. അവനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഡോക്ടർ പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ അവനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മാനസിക അസ്വസ്ഥതകളൊക്കെ മാറുകയും നോർമലി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും എന്നുള്ളത് ഡോക്ടറും വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പോലീസ് ടീമിനും എല്ലാവർക്കും നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പം ഇയാൾ എന്നും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമായിരുന്നല്ലേ? പല ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ വന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ഷൻ വരുന്നു. പിന്നീട് അദ്ദേഹം പഴയ റിഫ്രഷിങ് മെമ്മറീസൊക്കെ ഓർത്തെടുത്ത ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അതുവഴിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് മനസ്സിലായതും അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ 2022 തുടങ്ങി കാണാതായിട്ട് അവർ കൂടുതൽ അന്വേഷിച്ച് നടക്കണമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ് വീട്ടുകാരും വന്നത്. അവർ വളരെ ഹാപ്പിയായി. പിന്നീട് ഞങ്ങൾ വേണ്ട ചികിത്സയും നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മേലധികാരികളുടെ സപ്പോർട്ട് കൂടി ഞങ്ങൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അദ്ദേഹം നാഗ്പൂരേക്ക് പോണേ. ഏതായാലും പോലീസുകാർ കൂടി അഭിനന്ദനാർഹമായ ഒരു നിമിഷമാണ്, വളരെ സന്തോഷം കൂടിയുള്ള നിമിഷമാണ്. लोकपाल हमको ചേരുന്നുണ്ട്. अभी खुश है आपके फैमिली के साथ मिला? नहीं, मैं बिल्कुल खुश नहीं हूँ क्योंकि मैं केरला से कनेक्टेड हूँ. केरला मेरा माँ बाप है, मेरा भाई बहन केरला है और पोनारी मंगलम पुलिस स्टेशन मुल्कावुड बन गया है बोर्ड के हिसाब से. लेकिन आई एम यूजिंग हिंदी लैंग्वेज. इफ यू डोंट वांट टू लर्न आउट हिंदी, प्लीज गेट कनेक्टेड विद हिंदी लैंग्वेज, हिंदी न्यूज़पेपर, हिंदी फिलोसॉफी, हिंदी लैंग्वेजेस, थिंग्स, स्टोरीज, बुक्स, न्यूज रिलेटेड एंड सो मेनी थिंग्स. अभी खुश है इसके वापस मिला? अभी खुश है? Definitely, we are too much happy actually. He is comfortable with you right now? Yeah, exactly. He is comfortable with us. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ നിന്നും അല്പസമയത്തിനകം യാത്രയാക്കുകയാണ്. ഈ യാത്രയാക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പോലീസുകാർ ഏതായാലും
വലിയ സന്തോഷം ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ട്, ഒപ്പം ഈ പോലീസുകാർക്കുമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവരെന്നും കണ്ടുകൊണ്ടിരുന്നൊരു മുഖമാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. 1 ലക്ഷത്തിലധികം രൂപ സാലറി വാങ്ങിയിരുന്ന ഒരു മികച്ച കമ്പനിയിൽ, ഒരു പ്രധാനപ്പെട്ട കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി ഇവിടെ നിന്നും അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിനോടൊപ്പം തിരികെ പോകാൻ സാധ്യത കാണുമ്പോൾ വലിയ സന്തോഷം അവർക്കുണ്ട്, കുടുംബത്തിനും പോലീസുകാർക്കുമുണ്ട്. ഏതായാലും പോലീസുകാർക്ക് കൂടി അഭിനന്ദനം നൽകേണ്ട ഒരു സമയമാണ്. മുളകുപാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.